മുബഷീർ, ഈ SDPI പരസ്യ പിന്തുണ നൽകിയതിൽ മുസ്ലിം സംഘടനകളെ, അതിൽ UDF നേതൃത്വം, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതൃത്വം പ്രതികരണം വൈകിയതിലൊക്കെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് വലിയ പ്രതിഷേധമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മലബാറിൽ ഇത് എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? പ്രത്യേകിച്ച് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അവർ ഇടതുപക്ഷത്തോട് അടുക്കുന്നു എന്ന സൂചനകൾക്കിടെയൊക്കെ ഇത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? വിനിത, ഏകപക്ഷീയമായ SDPI UDF നൽകിയ പിന്തുണ ഒരേ ഘട്ടത്തിൽ തന്നെ മുസ്ലിം സമുദായ സംഘടനകളെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷം പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സാഹചര്യത്തിൽ ഉൾപ്പെടെ SDPIക്കെതിരെ കർശനമായ നിലപാട് കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ സ്വീകരിച്ചിരുന്നു. മഹല്ലുകൾ കേന്ദ്രീകരിച്ച് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരെയും SDPIക്കെതിരെയും ബോധവൽക്കരണം ഉൾപ്പെടെ നടന്ന സാഹചര്യം മുസ്ലിം സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. വിശേഷം EK സമസ്ത, AP സമസ്ത, അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗങ്ങൾക്കുൾപ്പെടെ ഈ ഒരു സംഘടനയെ ആ നിലയിൽ തന്നെ ന്യൂനപക്ഷ വർഗീയ കക്ഷിയായി കണ്ട് മാറ്റി നിർത്തണമെന്ന അഭിപ്രായം തന്നെയാണുള്ളത്. സ്വാഭാവികമായും UDFന് അനുകൂലമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഈ ഒരു മുസ്ലിം സമുദായ സംഘടനകളൊക്കെ തന്നെ സ്വീകരിക്കുമ്പോൾ അതിലൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമായി തന്നെയാണ് SDPIയുടെ പിന്തുണ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ UDF നേതാക്കളുമായി സമസ്ത EK വിഭാഗം നേതാക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം SDPI അത്തരമൊരു പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ അതിൽ കരുതലോടെ, വളരെ വേഗത്തിൽ തന്നെ സൂക്ഷ്മതയോടെ ഒരു പ്രതികരണം നടത്തണമെന്നായിരുന്നു UDF നേതാക്കൾ നടത്തണമെന്നൊരു അഭിപ്രായമാണ് സമുദായ സംഘടനാ നേതാക്കൾക്കുള്ളത്. അവർ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും തന്നെ തയ്യാറായിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ച നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുജാഹിദ് വിഭാഗങ്ങളും EK, AP സമസ്ത വിഭാഗങ്ങളും ഇക്കാര്യം UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളോട് ചർച്ച ചെയ്യാതെ SDPI അത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്ന മറുപടിയാണ് UDF നേതാക്കൾ ഈ ഒരു സമുദായ സംഘടനകൾക്ക് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്കിടയിൽ സമുദായങ്ങൾ മാറ്റി നിർത്തിയ ഒരു സംഘടനാ നിലയിൽ ആ ഒരു സംഘടന കൂടി UDFനോടൊപ്പം ചേരുമ്പോൾ വിശ്വാസികൾക്കിടയിൽ അതൊരു ആശയക്കുഴപ്പത്തിന് കാരണമാകുമെന്നും സമുദായ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതേ വാദം തന്നെയാണ് KT ജലീൽ MLA ഉൾപ്പെടെയുള്ള ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളും ഉന്നയിക്കുന്നത്. SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ രഹസ്യമായ അവരുമായ ഒരു ധാരണ UDFനും കോൺഗ്രസിനും ലീഗിനും ഉണ്ടെന്നൊരു വിമർശനം KT ജലീലും ഉന്നയിക്കുന്നുണ്ട്. വിനീത.